നമസ്കാരം. ഗാസയിലെ ജനങ്ങളെ അയൽ രാജ്യങ്ങളായ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റി പാർപ്പിക്കണമെന്ന ട്രംപിന്റെ നിർദ്ദേശത്തിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇപ്പോൾ അറബ് രാജ്യങ്ങൾ. ഇസ്രായേലും പലസ്തീൻ സായുധ ഗ്രൂപ്പായ ഹമാസും തമ്മിലുള്ള പോരാട്ടത്തിലൂടെ ഗാസയെ അക്ഷരാർത്ഥത്തിൽ ഒരു തകർന്ന സ്ഥലമായി മാറ്റിയെന്നും അവിടുത്തെ ജനങ്ങൾക്ക് താമസത്തിന് സാധ്യമല്ലെന്നും അതിനാൽ അവരെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റി പാർപ്പിക്കണമെന്നുമായിരുന്നു ട്രംപിന്റെ ഒരേ ഒരു ആവശ്യം. ഗാസയിലെ ജനങ്ങൾക്കായി അറബ് രാജ്യങ്ങളിൽ അമേരിക്ക ജനവാസ കേന്ദ്രങ്ങളും വീടുകളും നിർമ്മിക്കണമെന്നും ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു. അവിടെ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുമെന്ന് കരുതുന്നതായും ട്രംപ് അഭിപ്രായപ്പെട്ടിരുന്നു. ശനിയാഴ്ച കെയ്റോയിൽ നടന്ന ഉന്നത നയതന്ത്രജ്ഞരുടെ യോഗത്തിന് ശേഷം ഈജിപ്ത്, ജോർദാൻ, സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഖത്തർ, പലസ്തീൻ അതോറിറ്റി, അറബ് ലീഗ് എന്നിവ ട്രംപിന്റെ ഈ ആശയത്തെ നിരാകരിച്ചു. ഈ പ്രവർത്തനങ്ങൾ മേഖലയുടെ സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുമെന്ന് അറബ് രാഷ്ട്രങ്ങൾ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. മാത്രമല്ല, ഇസ്രായേലിനും പലസ്തീനിക്കും ഇടയിലുള്ള ദ്വരാഷ്ട്ര പരിഹാരത്തിന്റെ അടിസ്ഥാനത്തിൽ മിഡിൽ ഈസ്റ്റിൽ നീതിപൂർവകവും സമഗ്രവുമായ സമാധാനം കൈവരിക്കാൻ ട്രംപുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കാത്തിരിക്കുകയാണെന്ന് അറബ് രാജ്യങ്ങൾ പറഞ്ഞു. പലസ്തീനികൾ അവിടെ തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ ഗാസയുടെ സമഗ്രമായ പുനർനിർമ്മാണ പദ്ധതിയിൽ സഹായിക്കാൻ അവർ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു. പലസ്തീനികളുടെ സ്ഥലം മാറ്റം ഒരിക്കലും അംഗീകരിക്കാനാകില്ല എന്ന് ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ-സിസി കഴിഞ്ഞ ആഴ്ച ഊന്നി പറഞ്ഞിരുന്നു. ജോർദാൻ വിദേശകാര്യ മന്ത്രി ഐമാൻ സഫാദിയും ഈ നീക്കത്തോടുള്ള തന്റെ രാജ്യത്തിന്റെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. 2023 ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷത്തിന് തൊട്ടു പിന്നാലെ ജോ ബൈഡന്റെ മുൻ ഭരണകൂടം ഈജിപ്ത് ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ ഏറ്റെടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ അറബ് രാജ്യങ്ങൾ ഈ ആശയം അന്നും നിരസിക്കുകയാണ് ഉണ്ടായത്. 1200 പേർ കൊല്ലപ്പെടുകയും 250 പേർ തടവിലാവുകയും ചെയ്ത ഹമാസിന്റെ അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് മറുപടിയായാണ് ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചത്. അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ നിലവിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ നടക്കുന്നുണ്ട്. തടവുകാരുമായുള്ള കൈമാറ്റം തുടരുകയാണ്. 79 ബന്ദികൾ ഇപ്പോഴും ഗാസയിൽ ഉണ്ടെന്നും അവരിൽ 35 പേർ മരിച്ചതായി അനുമാനിക്കപ്പെടുന്നുവെന്നും ഇസ്രായേൽ അധികൃതർ പറയുന്നു. അതിനിടയിൽ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിതരായ നിരവധി ഫലസ്തീനികൾ അവർ നേരിട്ട പീഡനത്തിന്റെയും പട്ടിണിയുടെയും കഷ്ടതകൾ പ്രകടമാക്കുകയാണെന്നാണ് മോചിപ്പിച്ച ഏറ്റവും പുതിയ ബാച്ചിനെ നിരീക്ഷിച്ച പലസ്തീൻ പ്രിസണേഴ്സ് സൊസൈറ്റി പറയുന്നത്. ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 183 ഫലസ്തീനികളെ ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. ചാരനിറത്തിലുള്ള ജയിൽ ജംപ്സ്യൂട്ടുകൾ ധരിച്ചും വർഷങ്ങളോളം തടങ്കലിൽ വെച്ചതിന്റെ അടയാളങ്ങൾ പ്രകടമാക്കിയുമാണ് അവർ പുറത്തു വന്നത്. മോചിപ്പിക്കപ്പെട്ടതിൽ പലരും നല്ല ക്ഷീണിതരാണ്. മോചിപ്പിക്കപ്പെടുന്ന തടവുകാരുടെ എല്ലാം ശരീരങ്ങളിൽ അവർക്കെതിരെ ഇസ്രായേൽ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ തോത് പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മോചിപ്പിക്കപ്പെട്ട തടവുകാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും മേൽ അധിനിവേശക്കാർ തീവ്രവാദം ചുമത്തുന്നതായി പ്രസിഡന്റ് സൊസൈറ്റി ആരോപിക്കുന്നുണ്ട്. ഇസ്രായേലികൾ തങ്ങളോട് മനുഷ്യത്വരഹിതമായ രീതിയിലാണ് പെരുമാറിയതെന്നും കഴിഞ്ഞ 15 മാസമായി ഞങ്ങൾ ഏറ്റവും ക്രൂരമായ പീഡനത്തിന് വിധേയരായിരുന്നുവെന്നുമാണ് മോചിപ്പിക്കപ്പെട്ട ഫലസ്തീനികൾ പറഞ്ഞത്. അവർ ഞങ്ങളോടുള്ളതിനേക്കാൾ നന്നായി മൃഗങ്ങളോട് പെരുമാറിയെന്നും അവർ തുറന്നു പറഞ്ഞു. ഇസ്രായേലിലെ ജയിലിൽ ഫലസ്തീനികൾ അനുഭവിച്ച അധിക്ഷേപവും പീഡനവും അവർ എത്രത്തോളം നീചരാണെന്നതിന്റെ തെളിവാണ്. ഇത്രയും മനസാക്ഷിത്വ രഹിതമായ മനുഷ്യന്മാരോട് ഇടപഴകാൻ ഇസ്രായേലിനെ പോലെ ഒരു രാഷ്ട്രത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പൊളിറ്റിക്കൽ ന്യൂസ് മലയാളം.